വാട്സ്ആപ്പ് ഗൈസ്, സൺഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വെച്ചാൽ അങ്ങനെ ഞാൻ എന്താ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ജെയിംസ്. യെസ്, അപ്പോ ഇന്ന് പുതിയൊരു വ്ലോഗ്. ഇത് ഒരു വാശി അങ്ങനെ അല്ല, വൈരാഗ്യം അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, ഒരു ആഗ്രഹം. കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് 2024 ഒക്ടോബർ 24-ാം തീയതി നമ്മുടെ ബുള്ളറ്റ് എടുത്ത ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒക്ടോബർ 31, ഒരു വർഷവും 2 ദിവസവും കഴിഞ്ഞു ഞാൻ എന്റെ ബുള്ളറ്റ് കൊടുത്തിട്ട്. അപ്പോ അന്ന് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇതിലും വലുത് എന്തൊക്കെയോ വരാൻ കിടക്കേണ്ടത്. അതിനുശേഷം ഓട്ടോറിക്ഷ ഒക്കെ എടുത്തു, അത് വേറൊരു കാര്യം. അപ്പോ ഇന്ന് നമ്മുടെ ഗ്യാരേജിലേക്ക് പുതിയൊരു അതിഥിയും കൂടി ജോയിൻ ചെയ്യുകയാണ്. നമ്മുടെ അംഗസംഖ്യ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ഏതാണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരാളോട് വരാനുണ്ട്, ആളോട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുത്തത് നമ്മുടെ സ്വന്തം ജിമ്മാട്ടോ, സിയോൺ ഫിറ്റ്നസ് സെന്റർ. കാക്കൂരാണ് ലൊക്കേഷൻ. ഓണക്കൂർന്നും പെരിയപ്പുറത്തുനിന്നും കാക്കൂരിന്നൊക്കെ എത്ര എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്റെ നമ്പർ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തേക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പിന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ കുറച്ച് ഓഫറൊക്കെ ഉണ്ട് തുടക്കമായതുകൊണ്ട്. ഇതാണ് നമ്മുടെ ജിം കേട്ടോ, ഡംബൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോ ഇനി ആളോട് കണ്ട, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. യെസ് ഗൈസ്, അങ്ങനെ പറഞ്ഞ ആള് എത്തിയിരിക്കുകയാണ്. ഈ വ്യക്തിയെ നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതി കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് അഖിൽ. ഡേറ്റ് ഞാൻ ഓർത്തിരിക്കുന്നു. പൂഞ്ഞിക്കര ഞങ്ങൾ ഇത് നമ്മുടെ അമല ജിമ്മിലുള്ള ആളാട്ടോ. പൂഞ്ഞിക്കര കളിച്ച ആ വ്യക്തിയാണിതാ കല്യാണം കഴിഞ്ഞ്. മീനുവിന്റെ സ്വന്തം അഖിലേട്ടൻ. അപ്പൊ അഖിലേട്ടനാണ് ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പൊ ഇന്ന് അഖിലേട്ടനെ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോ നമ്മുടെ ഗ്യാരേജിലേക്ക് പുതിയ അതിഥിയെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നിൽക്കുന്ന അഖിലേട്ടനാണ്. അപ്പോ ഏതാണ് ഗ്യാരേജിലേക്ക് വന്ന പുതിയ അതിഥി എന്നൊക്കെ നമുക്ക് താഴെ പോയിട്ട് കാണാം. അപ്പൊ ഈ ഞങ്ങള് നേരെ താഴത്തേട്ട് പോട്ടെ, താഴെ പോയിട്ട് എന്താണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഈ ഇരിക്കുന്ന V4 ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി. നമ്മുടെ അഖിലിന്റെ ആണ്. അഖില് ആഗ്രഹിച്ച് മേടിച്ച KL 17X 7492 2023 ഏത് മാസം 23 മെയ് 23 മെയ് മാസം എടുത്ത V4 ആണ് നമ്മള് നമ്മുടെ ഗ്യാരേജിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ അഖിലിനെ അറിയാലോ, കല്യാണ പീരീഡ് കണ്ടല്ലോ. അപ്പൊ നമ്മുടെ ചങ്കാണ്. അപ്പോ ഇവന്റെ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇവൻ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പോ ഒരാളുടെ ഫണ്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കൊല്ലം മുമ്പ് ഇതുപോലെ നിന്നതാണ്, ഇവന്റെ സ്ഥാനത്ത് ഞാൻ നിന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. എന്റെ ബുള്ളറ്റ് കൊടുക്കാൻ നേരത്ത് ഞാനും ഇതുപോലെ നിന്നതാണ്. അന്ന് ഇതുപോലെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്റെ ഹൃദയം ഇങ്ങനെ കിടന്ന് പിടക്കി വരുന്നു ഉണ്ട്. അപ്പോ ആ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിപ്പോ എന്റെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും അറിയാലോ, ഞാൻ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ച കാര്യമാണ്. എപ്പോ വേണമെങ്കിലും വണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാണ്ട് നിനക്ക് വന്ന് എടുത്തോണ്ട് പോവാം. അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട, സന്തോഷമായിട്ട് എടുക്കാം. കാരണം എനിക്കിപ്പോ ഓട്ടോ ഓടിയിട്ടുണ്ട്, വീട്ടിൽ 2 സ്കൂട്ടർ ഇരിപ്പുണ്ട്. ഇതൊക്കെ എപ്പോ ഓടിക്കുന്ന എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും ഒരാഗ്രഹം, നമ്മുടെ ഒരെണ്ണം പോകുമ്പോ അടുത്തത് ഒന്ന് പോകും എന്നാ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളാതെ സെയിം സംഭവം. ബുള്ളറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എനിക്ക് എത്രത്തോളം ഇച്ചിരി കീറിപ്പോകണം. എനിക്ക് എത്രത്തോളം ഈ വണ്ടി ഇരിക്കുന്നതിന് കുറച്ച് കംഫർട്ടായിരിക്കും, അല്ലെങ്കിൽ എന്റെ ബോഡി ഷേപ്പിന് യോജിക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും ഒരു യാത്രയൊക്കെ ഇപ്പൊ ബുള്ളറ്റ് കഴിഞ്ഞിട്ട് അത് നിന്റെ നിർത്തി പറയുകയാണ്. ബുള്ളറ്റ് വേറെ ലെവലാണ്. ബുള്ളറ്റ് കൊടുത്തിട്ട് പകരക്കാൻ ഒരിക്കലും ബുള്ളറ്റിന് പകരക്കാൻ ക്യാമറ വരെ പുച്ഛിക്കല്ലേ. അപ്പൊ ഒരിക്കലും ബുള്ളറ്റിന് പകരമായില്ല എങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം അങ്ങനെ സാധിക്കണം. ആദ്യമായിട്ടാണ് ബൈക്കും സ്കൂട്ടറും ഓട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു സൂപ്പർ ബൈക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി താക്കോൽദാനത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് വണ്ടിയുടെ ബുക്കും പേപ്പറും താക്കോലും ഐസ് കളിച്ചിരിക്കുകയാണ്. നീ എന്റെ വണ്ടികൾ കണ്ടോ, ഞാൻ പൊന്നുപോലെ നോക്കിയെടുക്കണം. ബുള്ളറ്റ് ഉണ്ടാകുന്ന അത് ഓർത്ത് പേടിക്കണം. പൊന്നുകുളം പോലെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു നിനക്ക് എപ്പോ വേണമെങ്കിലും, ഇവന് പിന്നെ എപ്പോ വേണമെങ്കിലും വന്ന് എടുത്ത് നോക്കാം. ആഗ്രഹം കൊണ്ട് മേടിച്ചു നിനക്കൊരു അവസ്ഥ വന്നപ്പോ അതുപോലെ തന്നെ ഞാനും കഴിഞ്ഞാൽ പറഞ്ഞ അവസ്ഥ. എന്റെ ബുള്ളറ്റ് അതുപോലെ ഞാൻ ആഗ്രഹിച്ചു മേടിച്ചു, കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോ കൊടുത്തു. പറഞ്ഞ കാര്യമില്ല, വണ്ടികളാണ് വിൽക്കുക വാങ്ങുക, ഇമോഷൻസ് ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഇമോഷൻ ഉണ്ട്, കാരണം ഇതിന്റെ പുറകെ നല്ലൊരു കഥയുണ്ട്. അറിയാലോ, പക്ഷെ നമുക്ക് എല്ലാം മാറി പറ്റുള്ളൂ. സമയമാണ് എല്ലാത്തിനും ഇത്. അപ്പോ
ഇന്ന് മുതൽ അഖിലിന്റെ V3 നമ്മളെ കാണും. പക്ഷെ അവന്റെ V4 എല്ലെപ്പോഴും V3 വരുള്ളൂ. അപ്പോൾ നമ്മുടെ കാണും എന്നും വെച്ചാൽ അവന്റെ പൂർണ്ണമായിട്ട് ഇനി നിനക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്നല്ല, ഇവൻ എപ്പോ വേണമെങ്കിലും ഇത് കൊണ്ടു നടക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ പൊന്നുപോലെ കൊണ്ടു നടക്കാം. അവൻ പൊന്നുപോലെ അവന്റെ ഒരു ഇമോഷൻ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മള് നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണം. അതിപ്പോ ഞാൻ മാത്രമല്ല, ഒരാളുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിക്കുന്ന ആരായാലും അങ്ങനെ തന്നെ. ആ വണ്ടി ഒരാള് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയായിരിക്കും. അപ്പൊ അതൊരാ വിൽക്കുമ്പോ ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക, ആ വണ്ടി നശിപ്പിക്കാണ്ട് പൊന്നുപോലെ കൊണ്ടു നടക്കുക. ഓക്കെ, അപ്പോ സെറ്റ്. അങ്ങനെ ഇതിനു മുമ്പ് ഈ വണ്ടി ഇഷ്ടംപോലെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് സ്വന്തമാക്കിയതിനു ശേഷം ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് താക്കോൽ ഇട്ടേക്കാം. ഹസാർലൈറ്റ് ഏതാ എന്റെ ഇപ്പുറത്തുള്ളത്? ഓക്കെ, അപ്പൊ അങ്ങനെ ഹസാർഡ് ഓൺ ചെയ്തു. അങ്ങനെ ഐശ്വര്യമായിട്ട് എടുക്കാം. ഓക്കെ, ഈ വണ്ടി ഇപ്പോ ഞാൻ വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ ഒരു ഒരു തവള കയറിയിരിക്കുന്നവരൊക്കെ തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ബോഡിയൊക്കെ ഇത് സെറ്റ് ആക്കണം, ജിമ്മില് ഉഷാറാക്കി സെറ്റ് ആക്കണം. അപ്പോ ഇന്ന് മുതൽ നമ്മുടെ ഗ്യാരേജില് അവിടെ V4 അതിന്റെ V4 ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ അങ്ങനെ സന്തോഷമായിട്ട് സെറ്റായിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അഖിലിനെ കൊണ്ടുപോയി വിടാനുണ്ട്. അഖിലിനെ കൂത്താട് കൊണ്ടുപോയി വിടും. എന്നിട്ട് നമ്മുടെ ഉപജീവനമാർഗം, ഈ വണ്ടി നമ്മുടെ ഉപജീവനമാർഗം വിട്ടു കളയാൻ പറ്റുമല്ലോ. ഓട്ടോറിക്ഷ എടുക്കാം. ഓട്ടോറിക്ഷ എടുത്തോണ്ട് നമ്മൾ സ്റ്റാൻഡിട്ട് പോകും. വണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും, ഇവനെ കൊണ്ടുപോയി വിടും. ഓക്കെ, അപ്പോ ഈ ചെറിയൊരു വീഡിയോ 1 വർഷത്തിന് ശേഷം ഒരു ആഗ്രഹം കൂടി സാധിച്ചെടുത്തിരിക്കുന്നു. അപ്പോ ഈ വീഡിയോ ഇവനെ കൊണ്ടുവിടാൻ പോവാണ്. അപ്പൊ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഒരു ബൈ.